ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റുകളുടെ വീക്ക്നെസ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നാർസിസ്റ്റുകളുടെ വീക്ക്നെസ്സുകൾ എന്താണ്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന വീക്ക്നെസ്സുകൾ എന്താണ്, അവർ മറ്റുള്ളവർ കാണാതെ അവർക്ക് ചുറ്റുമുള്ളവർ വിക്ടിമാകപ്പെടുന്നവർ അറിയാതെ അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഇൻസെക്യൂരിറ്റീസ് എന്താണ്. അപ്പോൾ അവരുടെ ഹൈലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു സെൽഫ്, അവരുടെ വൾണറബിൾ ആയിട്ടുള്ള ആ ഒരു സെൽഫിനെ, ആ ഒരു അകക്കാമ്പിനെ എക്സ്പോസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്തും പണിപ്പെട്ടുമാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസിനെ നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക, ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട്. ഈ നാർസിസ്റ്റുകൾ പൊതുവെ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഹൈ ക്ലാസ് ആണ്, ഞാൻ പവർഫുള്ളാണ് എന്നൊക്കെയുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര കഴിവുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ശരിക്കും അവരങ്ങനെ അല്ലെങ്കിലും അവരങ്ങനത്തെ ഒരു പുകമറ ഉണ്ടാക്കി അങ്ങനെ ഒരു ഫെക്കേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കബളിപ്പിക്കാനും ചുറ്റുമുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം കഴിവുള്ളവരാണ്. അപ്പോൾ ഇതാണോ അവരുടെ ശരിക്കുമുള്ള സെൽഫ്? ശരിക്കുമുള്ള അവരിതാണോ? പുറമേ ഇതുപോലെ ഞാൻ വളരെ പവർഫുൾ ആണെന്നും പെർഫെക്റ്റ് ആണെന്നും ഞാൻ ഹൈ ക്ലാസ് ആണെന്നും ഞാൻ സുപ്പീരിയർ ആണെന്നൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുമെങ്കിലും ഇവരകത്ത് വളരെ ഉള്ളുപൊള്ളയായിട്ടുള്ള ആൾക്കാരാണ്, വളരെ സെൽഫ് എസ്റ്റീം കുറഞ്ഞ ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ നാർസിസ്റ്റുകളുടെ വീക്ക്നെസ്സിലെ ഒന്നാമത്തെ പോയിന്റ്, ലോ സെൽഫ് എസ്റ്റീം എന്നുള്ളത്. അപ്പോൾ ഈ ലോ സെൽഫ് എസ്റ്റീം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊരിക്കലും ഒറ്റയ്ക്ക് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വാലിഡേഷനും ആ ഒരു സുപ്പീരിയോറിറ്റി, അപ്രിസിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രോത്തും ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ക്രിറ്റിസിസം ഈ ആരെങ്കിലും ഒരാളിൽ നിന്ന് തന്നെ അത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ തന്നെ, ചെറിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രോത്തും ലൈഫിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഒരു നാർസിസ്റ്റിനെ ഈ നിമിഷം നിങ്ങളിപ്പോൾ ഒരു നാർസിസ്റ്റുമായിട്ട് ഏത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിലാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞാലും അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും, ഈ നാർസിസ്റ്റ് അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ പേഴ്സണലായിട്ടുള്ള യാതൊരു ഗ്രോത്തും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. കാരണം ഇവർ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. കാരണം കൊളാബറേറ്റ് ചെയ്ത് ഒരു ടീമായിട്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ, മറ്റു ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടി വർക്ക് ചെയ്യാനായിട്ട് ഒട്ടും പറ്റാത്ത ആൾക്കാരാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ഇവരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എപ്പോഴും സുപ്പീരിയറായി ഇരിക്കുകയും വേണം, ഇവർക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യണം, ഇവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവരുടെ ഈഗോയെ ഫീഡ് ചെയ്യണം. അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ആ ഇൻസെക്യൂരിറ്റീസെ, ആ ഡീപ്പ് വൾണറബിൾ ആയിട്ടുള്ള അവരുടെ ലോ സെൽഫ് എസ്റ്റീമിനെ അവർ കവറപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇവരുടെ വൾണറബിൾ ആയിട്ടുള്ള ലോ ആയിട്ടുള്ള കാര്യമാണ്, ഇൻഫീരിയർ ആയിട്ടുള്ള അവരുടെ സെൽഫിനെയാണ് അവർ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്, അവർ ചുറ്റുമുള്ള ആൾക്കാരിലേക്കും അവരുടെ വിക്ടിമാകപ്പെടുന്ന ആൾക്കാരിലേക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ കുറ്റം പറയുന്ന ആൾക്കാരിൽ നിന്നും, അവർ ഇൻഫീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പോലും ഇവർ വാലിഡേഷൻ സീക്ക് ചെയ്യുന്നത്. അവരാവശ്യം പോലെ അവരെ കുറ്റപ്പെടുത്തുകയും അവരെ തരം താഴ്ത്തി പറയുകയൊക്കെ ചെയ്യും. അവരിൽ നിന്ന് തന്നെ വാലിഡേഷൻ ഇവർക്ക് വേണമെന്നാണ്. പിന്നെ ഈ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് നാർസിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു വീക്ക്നെസ്സാണ് അവരുടെ. അവർ മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വീക്ക്നെസ്സാണ്. കാരണം അവർക്ക് ഈ ഒറ്റപ്പെട്ടു പോകുമോ, റിജക്റ്റഡ് ആയി പോകുമോ, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയി പോകുമോ എന്നുള്ളൊരു വലിയ പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരിൽ എങ്ങനെയെങ്കിലും മാനിപ്പുലേഷൻ ചെലുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ വൂവിങ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അവരുടെ ഒന്ന് അന്വയിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മറ്റുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ എല്ലാം ഇവർ ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്, മനുഷ്യരായിട്ടല്ല. ആ ഒരു രീതിയിൽ, കാരണം ഒരേ തരത്തിലുള്ള ഇവർക്ക് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ആ ഒറ്റയ്ക്കിരിക്കുക, അബാൻഡൻഡ് ആവുക എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നവരല്ല ഇവർ. പിന്നെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഒന്നും ഇനഫ് അല്ല, എന്ത് കിട്ടിയാലും ഇവർക്ക് തൃപ്തിയില്ല. എല്ലാം നമ്മൾ ഒരു അകം അല്ലെങ്കിൽ ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു കുടത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ഒരു നാർസിസ്റ്റിനെ. അവർക്ക് എന്ത് കിട്ടിയാലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇവർക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ പുതിയ വ്യക്തികളെ ഇവരുടെ കയ്യിലേക്ക് കൊണ്ടുവരും, വളച്ചെടുത്ത് ഇവരുടെ ലവ് ബോംബിങ് ചെയ്ത് ഇവരുടെ പുതിയ ഇണയായി കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഒരു ലവ് പാർട്ണറായിട്ട് കൊണ്ടുവരുമ്പോൾ
വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിക്കുമ്പോൾ, പുതിയൊരു കാറ് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുക ഈ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പൊസിഷൻ അവരുണ്ടാക്കിയെടുക്കുമ്പോൾ അവർക്ക് ഒരു ഹൈ കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മളൊരു മദ്യപിക്കുമ്പോൾ, അല്ലെങ്കിൽ പുകവലിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുമ്പോൾ, ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പോലുള്ള ഒരു ഹൈ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒബ്സസീവായിട്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർക്ക് ഇതിൽ നിന്നൊന്നും തൃപ്തി കിട്ടാത്തതും. അങ്ങനെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഒബ്ജക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒബ്സസീവായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു അഡിക്ഷനുള്ള ആൾക്കാരാണ് നാർസിസിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ സെൽഫിനോട് ഒരിക്കലും അവരുടെ അകത്ത് ഒരു സെൽഫ് എസ്റ്റീം, ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു സെൽഫ് റെസ്പെക്റ്റോ, അല്ലെങ്കിൽ അകത്തൊരു ആളില്ല, അല്ലെങ്കിൽ അകത്ത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കൂടുതൽ ഇങ്ങനെ പോവുകയും പുറത്തുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അവരെ കൺട്രോൾ ചെയ്ത് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരിടത്തും ഇങ്ങനെ സെറ്റിൽഡ് ആവാതെ ഓരോ ഓരോ ആൾക്കാരിലേക്കും, ഓരോ സിറ്റുവേഷൻസിലേക്കും, ഓരോ സാഹചര്യങ്ങളിലേക്കും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദേ നെവർ ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ഹാവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഇത് ബുദ്ധിയില്ലായ്മയാണോ, അല്ലെങ്കിൽ വട്ടാണോ, അല്ലെങ്കിൽ ഇത് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾക്കാരാണോ ഇവർ എന്നൊക്കെ തോന്നിപ്പോകും ഇവരുടെ ഈ ആക്ട്സ് ഒക്കെ കാണുമ്പോൾ. കാരണം ഇവരുടെ റിയാലിറ്റിയും ഇവരുടെ ഈ ഫാൻറ്റസി ലൈഫ് സ്റ്റൈലും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവർ ദേ ആർ ഡീപ്ലി അഷെയിംഡ് ഓഫ് വാട്ട് ദേ ആർ. അവർക്കറിയാം അവർ ഇത്രയും ഷാലോ ആയിട്ടുള്ള, എംപ്റ്റി ആയിട്ടുള്ള, എന്താ പറയുന്ന ഈ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒളിക്കാനാണ് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വളരെ സെൻസിറ്റീവാണ് ക്രിറ്റിസിസം എന്നുള്ള കാര്യത്തിൽ. നമ്മുടെ ഒരു മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഈ ഒരു നാർസിസിസ്റ്റുകളുടെ വീക്ക്നെസ്സിൽ പറയാവുന്നൊരു കാര്യമാണ്, ഒരു ചെറിയ കാര്യം പോലും ക്രിറ്റിസിസം, ഒരു വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഇവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാനായിട്ടത് പറ്റില്ല. കാരണം അവർക്ക് ഒട്ടും അവർ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അത് ഇവരൊരിക്കലും അവരുടെ ഒരു സിസ്റ്റത്തിൽ, അവരുടെ ഒരു മെനുവിലുള്ള ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്പുറത്തുള്ള ആളിനെ ബ്ലെയിം ചെയ്യാനേ നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളെങ്കിൽ ഇയാളെ ഏതെങ്കിലും ചെറിയ രീതിയിൽ, ഈ ഒരു വ്യക്തിയെ ഏതെങ്കിലും ചെറിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോൺസ്റ്ററിനെ ആയിരിക്കും നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. ഒരു ഭീകര ജീവിയായിട്ട് ഇവർ മാറുന്നത് കാണാൻ പറ്റുമോ? നിനക്ക് ഞാൻ അത് ചെയ്തു തന്നു, ഇത് ചെയ്തു തന്നു, മറ്റു ചെയ്തു തന്നു, മറിച്ച് ചെയ്തു തന്നു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നീയാണ് പ്രശ്നക്കാരി, നീയാണ് പ്രശ്നം, നിനക്കാണ് എന്തോ കുഴപ്പം, നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഗ്യാസ് ലൈറ്റിങ്ങും ഗിൽറ്റ് ട്രിപ്പിങ്ങും ഈ പറയുന്ന പരിപാടികളെല്ലാം പിറകെ വരും. അവരുടെ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്കാണ് പ്രശ്നമൊന്നും, ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ടെന്നും, അത് ഇങ്ങനെ അവരെന്തോ ഭയങ്കരമായിട്ട് എന്നെ നീ ഭൂമിക്കടിയിലേക്ക് പിളർത്തി അയച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് അവർ തരുന്നത് ആ സിറ്റുവേഷനിൽ. കാരണം നിങ്ങൾ വളരെ വാലിഡായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ, ചെറിയൊരു കാര്യം പറയുമ്പോൾ ഇത്തരത്തിലായിരിക്കും അവർ പ്രതികരിക്കുന്നത്. ഈ ക്രിറ്റിസിസത്തോട് വളരെ സെൻസിറ്റീവ് ആവുന്ന അവരുടെ നേച്ചർ ഈ ഹൈലി ഇൻസെക്യൂർ ആയിട്ടുള്ള അവരുടെ സെൽഫിൽ നിന്നും വരുന്നതാണ്. അവർ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള, ഷാലോ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊന്നും ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ പൊട്ടിയടിച്ച് മറച്ചു വയ്ക്കുക, അല്ലെങ്കിൽ പോകുമ്പോൾ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര വണ്ടർഫുള്ളാണെന്നും കൈൻഡാണെന്നും ഈ പറയുന്ന ഞാൻ എന്തോ മഹാസംഭവമാണെന്നും ഗ്രാൻഡിയോസിറ്റി, അവരുടെ ഒരു ഭയങ്കര എൻറ്റൈറ്റിൽമെൻറ്റ്, ഞാൻ അതാണ്, ഇതാണ്, മറ്റാണ്, മറിച്ചാണ്, ഞാൻ ഹൈ ക്ലാസ്സാണ്, ടോപ്പ് ക്ലാസ്സാണ് എന്നുള്ള രീതിയിലുള്ള കാണിച്ചു കൂട്ടലുകളും മറ്റൊന്നും നടത്തിക്കൊണ്ട് നിങ്ങളുടെ വാലിഡേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. അതിനുവേണ്ടി ഒരുപാട് എനർജി ഇവർ വേസ്റ്റ് ആക്കും, ഒരുപാട് എഫേർട്ട് ഇവരെടുക്കും. പക്ഷേ അത് അവരുടെ തന്നെ കുഴി തോണ്ടിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഇവർക്ക് യാതൊരു തരത്തിലുള്ള മാറ്റമോ ഇമ്പ്രൂവ്മെൻറ്റോ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുന്ന പേഴ്സണൽ ഗ്രോത്തോ ലൈഫിൽ ഉണ്ടാവുകയില്ല. അവരവിടെ തന്നെ കിടന്ന് ഇങ്ങനെ വട്ടം പോലെ, ഒരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അറബിക്കഥ എന്ന് പറഞ്ഞൊരു സിനിമയിൽ സുരാജ് പറയുന്നൊരു ഡയലോഗുണ്ട്, എത്രയൊക്കെ പൊട്ടിയിട്ട് വെച്ചാലും ഉള്ളിലുള്ള ഫ്രോഡുകൾ തള്ളി തള്ളി പുറത്ത് വരുമെന്ന്. അത് നാർസിസിസ്റ്റുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോൾ ആ ഡയലോഗ്. കാരണം അത് വളരെ ആപ്റ്റാണ്. ആ നീഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ചുറ്റുമുള്ള ആൾക്കാരെ, ഇവരുടെ വിക്ടിമിനെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, നാർസിസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. വിക്ടിമായിട്ടുള്ള പാർട്ട്ണറിനെ കംപ്ലീറ്റ്ലി അയാളെ മൈക്രോ മാനേജ് ചെയ്തുകൊണ്ട്, അവരെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കും ഈ പാർട്ണർ നയിക്കുക. ഇത് കുട്ടികളുടെ കാര്യത്തിലും വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒരു കോ പാരൻറ്റിങ് സിറ്റുവേഷൻ വരുമ്പോൾ, രണ്ടുപേരും ചേർന്നുകൊണ്ട് പാരൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഈ നാർസിസിസ്റ്റ് വളരെ ഡോമിനൻ്റ് ആയിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിലെ ക്രെഡിറ്റ് എടുക്കാനും
ഞാൻ കാരണമാണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് കുട്ടി ഇത്രയും നന്നായി വളർന്നു വന്നത് എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് ആ ഒരു ക്രെഡിറ്റ് എടുക്കണം എന്നുകൊണ്ട് തന്നെ ഇത് വളരെ ഇംബാലൻസ് ആയിരിക്കും. മറ്റേ ആളിനെ ഇൻവോൾവ് വയ്ക്കാതെ ആയിരിക്കും ഇവർ അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. എന്നാൽ ഇപ്പോൾ അത് മെയിൽ നാർസിസിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ പറയും ഈ കുട്ടിക്ക് എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ കുട്ടി എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടിയുടെ ഭാഗത്തു നിന്നും അവൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള കഴിവുകളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറയും, അയ്യോ അതെൻ്റെ കൊച്ചല്ലേ, എൻ്റെ കൊച്ചല്ലേ, അതങ്ങനെയല്ലേ ചെയ്യൂ, അച്ഛൻ പുലിയല്ലേ, പിന്നെ എങ്ങനെയാണ് പിള്ളേർ അതുപോലെ ആവാതിരിക്കുക, കടുവയ്ക്ക് പിറന്നത് എന്താ പറയുക കഴുതയാകുമോ എന്നൊക്കെ ഇവരിങ്ങനെ അറിയാമല്ലോ ഇവരുടെ ഡയലോഗുകൾ. ഇങ്ങനത്തെ പല ഡയലോഗും ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കും. കുട്ടിയാണ് അത് ചെയ്തത്, ക്രെഡിറ്റ് പക്ഷേ ഇവർക്കാണ്. എന്നാൽ ഇത് സ്ത്രീകളായിട്ടുള്ള നാർസിസിസ്റ്റുകളിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഇവർ ഇതുപോലെ പല കാര്യങ്ങളും കുട്ടി ചെയ്യുമ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് പുറത്ത് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഇടയിലേക്ക് കാണുമ്പോഴത്തേക്കും അത് അയ്യോ ഞാനിത് കുത്തിയിരുന്ന് പഠിപ്പിച്ചാണ്, ഞാൻ എത്രയോ സമയം എടുത്തതൊക്കെ ചെയ്യിപ്പിച്ചാണ്, പണ്ട് ഞാൻ ഇതുപോലെ ഭയങ്കര ചെറിയ പ്രായത്തിൽ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, ആ കഴിവാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊച്ചിലെ ചെറിയ പ്രായത്തിൽ ഭയങ്കരമായിട്ട് ഈ കാര്യങ്ങളിൽ പാട്ട് പാടും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമായിരുന്നു, ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു, അതാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ക്രെഡിറ്റും കൊടുക്കാതെ ഇവരത് എടുക്കും എന്നുള്ളത്. കാരണം ഇവർ കുട്ടികളെയും ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് കുട്ടികളോട് പോലും എമ്പതി ഇല്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ എമ്പതി ഇല്ല എന്നുള്ള വസ്തുത കുട്ടികളോടാണെങ്കിലും ചുറ്റുമുള്ള ആരോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും ഫ്രണ്ടിനോടാണെങ്കിലും അവർക്ക് ചുറ്റുമുള്ള എല്ലാവരോടും അത് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ഒരു നാർസിസിസ്റ്റ് നിൽക്കുക. കാരണം ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്ന നാർസിസിസ്റ്റുകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. പക്ഷേ അവരത് മറച്ചു വെക്കുന്ന രീതിയിലായിരിക്കും, അത് മാനിപ്പുലേറ്റ് ചെയ്ത് തനിക്ക് എമ്പതി ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ മറ്റുള്ളവരോട് പെരുമാറുക. അതായത് ഇപ്പോൾ ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി വരികയാണ്, നിങ്ങളത് റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരികയാണ്, ആ ഒരു അവരുടെ അബ്യൂസിൽ നിന്നും പുറത്തു വരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻസിൽ നിന്നും പുറത്തു വരുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് പറയും, നിങ്ങളെ ഒന്ന് വൂ ചെയ്യുമെന്ന് പറയും. നമ്മൾ ഈ ഹൂവറിങ് പറഞ്ഞു, നമ്മൾ ലവ് ബോംബിങ് പറഞ്ഞു, പക്ഷേ വൂവിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഒന്ന് അന്വയിപ്പിക്കാനുള്ള ശ്രമത്തിനെയാണ് ഈ വൂവിങ് എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ പറയും, ഞാൻ ശരിക്കും എമ്പതറ്റിക്കാണ് കേട്ടോ, നീ വിചാരിക്കുന്ന പോലെ എമ്പതിയൊന്നും ഇല്ലാത്ത ആളല്ല ഞാൻ ശരിക്കും എമ്പതിയുള്ള ആൾ തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉദാഹരണം പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. അതിനൊപ്പം തന്നെ പറയും, ഞാൻ നാർസിസിസ്റ്റ് അല്ല കേട്ടോ, നീ പറയുന്ന പോലെ നീ ആ നാർസിസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ല ആ വീഡിയോ ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ ശരിക്കും നാർസിസിസ്റ്റ് ഒന്നും അല്ല, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇതൊക്കെ ഇവരുടെ ട്രിക്കാണ്, ഇതൊക്കെ ഇവരുടെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ആണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഏത് സൈക്കോളജിക്കൽ കണ്ടീഷനിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിലും അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആ ഒരു ട്രോമ ബോണ്ടിങ് കാരണം ഇത്തരത്തിലുള്ള മാനിപ്പുലേഷനിൽ വീണ് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു നാർസിസിസ്റ്റിൻ്റെ വീക്ക്നെസ്സുകൾ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതനുസരിച്ചുള്ള എന്തെങ്കിലും എക്സാമ്പിളുകൾ നിങ്ങൾക്ക് അറിയാമോ? സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ദയവേത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഒരുപാട് പേര് എന്നോട് ഈ പറയുന്ന പോലെ തെറാപ്പിസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് മെസ്സേജുകൾ ടെക്സ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തെറാപ്പിസ്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.